ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു കുത്ത് കാണാൻ പോവാണ് കേട്ടോ. കുത്താണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വണ്ടി പോകുന്ന വഴിയൊന്നും അല്ല കേട്ടോ, കുറച്ച് നമുക്കിങ്ങനെ നടന്നാണ് പോകുന്നത്. ഇത് കണ്ട്, ഇതൊരു ചെറിയ വഴിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. അതാണ് ഇതാണ് നമ്മൾ കുത്തിലോട്ട് പോകുന്ന വഴി. ഞങ്ങളിവിടെ കശുമാങ്ങ എന്ന് പറയിട്ടതാണ്. അവിടെ ഒരു കശുമാവ് നിപ്പുണ്ട്, പഴുത്ത് നിപ്പുണ്ട്. നമ്മൾ എറിഞ്ഞു കഴിക്കാൻ നോക്കി നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് കാണിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്. ഈ വഴിക്കൂടെ വേണം ഇങ്ങനെ ഇറങ്ങി പോവാൻ. ഇപ്പോൾ നമ്മൾ പോകുന്ന ഫേമസ് ആയ പുന്നിയാർ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഒന്ന് എടുത്തുകൊണ്ട് പോയേക്കുന്ന സംഭവത്തിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. എൻ്റെ വീടിനടുത്താണ്, പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ പുന്നിയാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളം ഉണ്ടോയെന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന കാര്യം, എന്നാലും കുത്തിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിടിക്ക് മൊത്തം ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നും കാണാൻ പറ്റുമെന്നറിയില്ല. എന്നാലും വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇത് തോട്ടം നനയ്ക്കാനുള്ള ദിവസമാണോ? ഇവിടെ ഏലമൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഏലമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് ഇവിടെ കൂടുതലും കശുമാവ് ഒത്തിരി ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ കശുമാവ് ഇങ്ങനെ നല്ല പഴുത്ത് നല്ല ചുമന്ന കളറിൽ കിടക്കണം, നല്ല രസമുണ്ട്. മണ്ണ് വഴിയാണ് കേട്ടോ, കല്ലൊക്കെ ഉള്ള വഴിയാണ്. പിന്നെ നമ്മൾ വന്നപ്പോൾ ഇത്തിരി സന്ധ്യ ആവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീഡിയോയ്ക്ക് തെളിച്ചം കാണില്ല. ഇതൊക്കെ ഇങ്ങനെ കശുമാമ്പഴം അതിൻ്റെ ഇത് പറക്കിയെടുത്തിട്ട് മാമ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. ഇവിടെ കുറേ കശുമാവുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മൊത്തം കശുമാവാണ് ഫുൾ. അല്ല, ഇവിടെ ചെറുതായിട്ടൊക്കെ വെള്ളം നമുക്ക് കാണാം കേട്ടോ. ഇതിൽ ഒത്തിരി വലിയ വെള്ളമൊന്നും ഇല്ല, ഇപ്പോൾ വെള്ളം കുറവാണ്. നമ്മളിങ്ങനെ കുറേ ദൂരം ഇപ്പം നടന്നു കേട്ടോ, ഒത്തിരി ദൂരം നടന്നു.
നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഇടുക്കി ഈ പ്രദേശത്ത് ഞാൻ ഇവിടെ ഇതുവരെ ചക്ക ഇങ്ങനെ മൂത്തത് കണ്ടില്ലായിരുന്നു. നമ്മളിവിടെ ചക്കയൊന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പ്ലാവയിൽ അടിവിട്ട് മുകളിൽ വരെ ചക്കയുണ്ട്. അത് ചിലതെല്ലാം മൂത്തും പഴുത്തൊക്കെ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അതിൻ്റെ താടിയെക്കൂടെ ഫുള്ള് ചക്കയാണ് കേട്ടോ. ഇത് മുകളിൽ വരെ ചക്കയുണ്ട്. ഉണ്ടോ? അതിൽ കുറേയൊക്കെ മൂത്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പറഞ്ഞിട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇനിയും കുറേ ഇറങ്ങിപ്പോണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് തോന്നുന്നു. പിന്നെ വേനലായതുകൊണ്ട് എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ആലുവാപ്പുഴയിലോട്ട് പോകുന്ന സാധനമാണ് കിടക്കുന്നത്. അതല്ലോ. ഡാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് ഇറങ്ങി നിന്നുണ്ടാക്കി ചവിട്ടാൻ കൊടുത്താൽ തുടങ്ങിയിട്ട് ഇവിടുന്ന് ചവിട്ടി താഴെ പോയി കഴിഞ്ഞാൽ തീരോട്ട് കണ്ടോ. നല്ല കൊക്കയാണ് കേട്ടോ. കൊക്കയല്ല, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ലാസ്റ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ താഴോട്ട് ഉണ്ടോ, അങ്ങ് താഴെ വരെ പോയാൽ ആരും കാണില്ല കേട്ടോ. ഇങ്ങനെ കൊക്കയാണിത്. അക്കരെ കൊക്കയൊന്നും അല്ലാതെ ഈ സാധനം ഈ കിടക്കുന്ന അങ്ങേറ്റത്ത് കിടക്കുന്നത് പുഴയാണ്. ഇത് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ പുഴയിലോട്ട് പോയി ചേരുന്ന ലോവർ പെരിയാർ ഡാമാണ്. ലോവർ പെരിയാർ ഡാമിൽ നിന്ന് പോകുന്നത് ഇത് പാമ്പള എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. നാടുകാണി പാമ്പള. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓക്കെ.